ഹലോ. കർക്കിടകത്തിൽ 10 വെയിലുണ്ടാവുമെന്ന് പറയാറില്ലേ? ആ 10ൽ ഒന്നാണോ അതോ മഴ മാറിയതാണോ എന്നറിയില്ല. എന്തായാലും ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണേ. പോകുന്ന വഴി അല്ലൂസിന് നാസർക്കാൻ്റെ കടയിൽ നിന്ന് മുരളിയേട്ടൻ്റെ പോയി മിഠായിയും കിട്ടി. കുറച്ചധികം കാലം മഴയായതുകൊണ്ട് വീടിനുള്ളിൽ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടിയപ്പോഴുള്ള സന്തോഷമാണ് ഈ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ പനമരം തൂക്കുപാലം കേട്ടോ. പനമരത്തുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. വീടിനടുത്തുള്ളൊരു സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട്. അല്ലൂസിനെയും കൊണ്ട് ഇതിന് മുൻപ് ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അത് രണ്ടാമത്തെ തവണയാണ്. പക്ഷേ ഇതിന് മുൻപ് വന്നപ്പോഴൊന്നും ഇത്രയധികം വെള്ളം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അനുവിന് ഇതൊക്കെ കണ്ട് പരിചയമായതാണല്ലോ. പക്ഷേ എനിക്കിത് കാണുമ്പോൾ വല്ലാത്തൊരു പേടി തോന്നുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുൻപ് വന്നപ്പോഴൊന്നും ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല വേനൽക്കാലത്താണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളമുണ്ട്. അതുപോലെ തന്നെ അടിയൊഴുക്കും കലക്കും ഒക്കെയാണ്. അപ്പോൾ ആ വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു പേടി തോന്നും. എൻ്റെ പേടിക്ക് വേറൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. ഇത്തവണ വന്ന സമയത്ത് ഇതിന് മുമ്പൊന്നും പറയാത്തൊരു കാര്യം അനു എന്നോട് പറഞ്ഞു. ഇവിടെ എന്തോരം പേരാ മരിച്ചിട്ടില്ലെന്ന് അറിയുമെന്ന്. വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നെ പേടിപ്പിക്കാനായിട്ട്? പക്ഷെ ഇത് സത്യമാണത്രേ. നീന്തൽ അറിയുന്ന ആൾക്കാർ പോലും രക്ഷപ്പെട്ടിട്ടില്ല എന്ന്. ഈ ഒരു കലങ്ങിയ വെള്ളവും അനു പറഞ്ഞ കഥകളും കേട്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പേടി തോന്നി എന്നുള്ളത് സത്യമാണ്. പക്ഷേ നമ്മൾ ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണല്ലോ. ആ സമയത്ത് ഇതൊന്നും ഓർക്കാനേ പാടില്ല. പിന്നെ എൻ്റെ പുത്രിക്ക് ഈ വക പേടികളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. പേടിക്കാനുള്ള പ്രായമായിട്ടില്ലല്ലോ. പിന്നെ നമ്മളൊക്കെ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും അവർക്ക് പേടി ഉണ്ടാവുകയെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. കാരണം പേടി എന്നുള്ള വികാരം അവർക്ക് അറിയില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണത്രേ. നമ്മൾ മാക്കാച്ചി വരും കോക്കാച്ചി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ കഴിപ്പിക്കാറില്ല അവരെ. അതൊക്കെ ഒരു തരത്തിൽ ഈ ഒരു സംഭവമാണ്. നമ്മൾ പേടി അവരിലേക്ക് ഫീഡ് ചെയ്യിപ്പിക്കുകയാണെന്നാണ് പറയാറ്. പക്ഷേ ഈ സാധനം ഞാനും ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്കൊരു ചേഞ്ച് ഉണ്ട്. ഞാൻ കുരങ്ങൻ വരും എന്നാണ് പറയാറ്. കുരങ്ങനിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് ഞാനൊരു ഭീകര സത്വമാക്കി മാറ്റിയിട്ടുണ്ട്. ഓ ആഴുണ്ട് പാത അവിടെ ആഴുണ്ട് ഭയങ്കര ആഴുണ്ട്. വെള്ളത്തിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടല്ലോ അല്ലേ? ഇത് വലിയ സംഭവമൊന്നുമല്ല. ഇതിന് വലിയ വെള്ളമൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. എന്നാലും അതിലും എന്നെപ്പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോവാം കേട്ടോ. സന്ധ്യയായി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ. താങ്ക് യു.